എനിക്കത് മാറണം തോന്നി. അങ്ങനെയാണ് ഞാനൊരു ശാരീരികമായ അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു. ഞാൻ ട്രാവൽ ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഖത്തർ പോയി, അവിടുന്ന് ഞാൻ തായ്ലൻഡ് പോയിട്ട് അവിടുന്ന് ഞാൻ മക്കാവ് പോയി, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയി, ലാവോസ് പോയി, ഇവിടെയൊക്കെ പോയി. തിരിച്ചു വരുന്ന വഴി ഞാൻ തായ്ലൻഡ് ജയിലിലും കിടന്നു 2 ദിവസം. അവിടെ ഡിറ്റൻഷൻ സെൻറ്ററിൽ 2 ദിവസം കിടന്നു. കാരണം ഐ വാസ് നോട്ട് മെൻ്റലി ഫിറ്റ്. അവിടെ ഞാൻ അങ്ങനെ നേരെ മുംബൈയിലോട്ട് പോയി. മുംബൈ നമ്മുടെ യെല്ലോ പാജിയുടെ കൂടെ നിന്നു. അവരൊക്കെ ഒരു സിഖ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവരുടെ കൂട്ടത്തിൽ അവിടെ ഞാനൊരു 3 days സ്പെൻഡ് ചെയ്തു. അവർ ഒരു ഭയങ്കര റിലീജിയസ് പരമായ കുറേ കാര്യങ്ങളൊക്കെ, ഒരു പോസിറ്റീവ് മൈൻഡ് വരെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ഐ ലവ് യു പാജി, ലവ് യു സോ മച്ച്. അപ്പം അങ്ങനെ മൈൻഡ് ഏകദേശം ഓക്കെ ആയി. തിരിച്ച് ഞാൻ ദുബൈയിലോട്ട് വന്നു. ഇവിടെ വന്നു ഞാനിവിടെ ഒരു 2-3 ദിവസം ഞാനിവിടെ നിന്നു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലിയൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ നാട്ടിലുള്ളത്. ഞാൻ ഒറ്റക്കാണ് ജീവിക്കുന്നത്. അപ്പം ഓരോ ദിവസം കഴിയുന്നതനുസരിച്ചിട്ട് എൻ്റെ മൈൻഡ് പിന്നെയും വേഴ്സ്റ്റ് ആകാൻ തുടങ്ങി. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൊന്നും. എനിക്ക് ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഒരുപക്ഷെ ഞാനത് സോൾവ് ചെയ്തേനെ. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ 7-ാം തീയതി ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. 7-ാം തീയതി ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ എല്ലാ സ്ഥലത്തും നടക്കലാണ്. എനിക്ക് ഓണമില്ല, ഒന്നുമില്ല. ഞാൻ വണ്ടിയുണ്ട്, പൈസയുണ്ട്, എല്ലാ വിലയ്ക്കും നമ്മളുടെ അടുത്തുണ്ട്. പക്ഷെ നമുക്ക് ഇല്ലാത്തതെന്നറിയോ, ഒരു കൂട്ടില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം. അതെനിക്ക് മനസ്സിലായി. എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരാളില്ല. കാരണം നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും. ഇപ്പം നമ്മൾ വായിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ പേഴ്സണലി നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. 7-ാം തീയതി എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. അതിനിടയിൽ ഞാൻ സൈക്കാട്രിസ്റ്റിനെ ഹയർ ചെയ്തു. ബട്ട് എനിക്ക് അത്ര വലിയൊരു മെച്ചം തോന്നിയിട്ടില്ല. കാരണം എൻ്റെ മൈൻഡ് ഒരു ആൻസൈറ്റി, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമ്പം എനിക്ക് ആൾ അവൈലബിൾ അല്ല. ബിക്കോസ് അവരിവിടെ അല്ല ഉള്ളത്. 7-ാം തീയതി രാത്രി എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഞാൻ ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. എനിക്ക് എൻ്റെ ബോഡി ഫുൾ ഹീറ്റ് ആവാൻ തുടങ്ങി. എനിക്ക് ഷിവറിങ് വരാൻ തുടങ്ങി, എനിക്ക് വിറക്കാൻ തുടങ്ങി. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാം. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്കാണ്. സോ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. നോട്ട് ദ പോയിന്റ്. ഞാൻ ആ പോസ്റ്റ് ഇട്ടു. ഐ വാസ് ട്രൈങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ട്രാവലർക്ക്